بسم الله الرحمن الرحيم إنك ميت وإنهم ميتون ثم إنكم يوم القيامة عند ربكم تختصمون صدق الله العلي العظيم. കരുണാവാരിധിയായ കാരുണ്യവാനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാമെ ഒരുമിച്ച് കൂടിയതുപോലെ ജന്നാത്തുൽ ഫിർദൗസിൽ ഹബീബ് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം സച്ചരിതരായ സലഫു സ്വാലിഹീങ്ങളോടുകൂടി ഒരുമിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയ മാതാപിതാക്കൾ, ബന്ധു മിത്രാദികൾ സർവരുടെയും മണ്ണറകളെ അല്ലാഹു മണിയറകളാക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, മരണം നമ്മുടെ ഇടയിൽ വർദ്ധിച്ചു വരുന്ന ഒരു പ്രത്യേകമായ സാഹചര്യത്തിലാണ് നാം നിലകൊള്ളുന്നത്. ഇക്കഴിഞ്ഞ ആഴ്ച 6ഓളം മയ്യിത്തുകളാണ് നമ്മുടെ പള്ളിയിൽ കൊണ്ടുവന്ന് വെക്കപ്പെട്ടത്. അപ്പോൾ മരണം നമ്മൾ എപ്പോഴും ഓർക്കേണ്ടതുണ്ട്. ഏത് സമയത്താണ് മരണം വരിക എന്ന് നമ്മെ സംബന്ധിച്ച് പറയാൻ കഴിയില്ല. ഒരുപക്ഷെ പെട്ടെന്നായിരിക്കും നമ്മോടൊപ്പം താമസിക്കുന്ന നമ്മുടെ വീട്ടിലെ നമ്മുടെ മാതാപിതാക്കളോ മക്കളോ ഭാര്യയോ ആരെങ്കിലുമൊക്കെ മരണപ്പെടാം. ആ സമയത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ പലരും വെപ്രാളപ്പെടുന്ന ഒരു അവസ്ഥയാണുള്ളത്. അതുകൊണ്ട് തന്നെ ഒരാൾ മരിക്കുകയാണെങ്കിൽ ആ മയ്യത്തിന്റെ സമീപം സന്നിഹിതനായിട്ടുള്ള വ്യക്തി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയാണ് ഇന്ന് പറയുന്നത്. മയ്യത്തിനെ കിടത്തുക എന്നുള്ളത് അത് പ്രത്യേകമായിട്ട് ഇങ്ങനെ കിടത്തണം എന്നുള്ളത് ഹറാമും ഹലാലും ഒന്നുമല്ല. പക്ഷേ മയ്യത്തിനെ കിടത്തൽ അഫ്ളലായ രൂപം മഹാന്മാരായ ഇമാമിയങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇമാം മഹല്ലി റളിയല്ലാഹു അൻഹുവിന്റെ കൻസുൽ റാഗിബീൻ എന്ന് പറയുന്ന ഗ്രന്ഥം, അതിലെ 1-ാം വാള്യം 321-ാമത്തെ പേജിൽ കാണാം മയ്യിത്തിനെ എങ്ങനെയാണ് കിടത്തേണ്ടത്. 3 രൂപങ്ങളാണ് മയ്യത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് കിടത്തേണ്ടതിനെ പറ്റിയിട്ട് ഇമാമിയങ്ങൾ പഠിപ്പിക്കുന്നത്. ബഹുമാനപ്പെട്ട ഇമാം ഹറമൈനി റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റഹിമഹുല്ലാഹ്, ഇബ്നു ഹജർ അൽ-ഹൈതമി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ തുഫയുടെ 3-ാം വാള്യം 92-ാമത്തെ പേജിലും, അതുപോലെ തന്നെ ഫത്താവൽ കുബ്രയുടെ 4-ാം വാള്യം 300-ാമത്തെ പേജിലും, ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹുവിന്റെ ശറഹുൽ മുഹദ്ദബ് എന്ന ഗ്രന്ഥത്തിന്റെ 5-ാം വാള്യം 116-ാമത്തെ പേജിലൊക്കെ വ്യക്തമായിട്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞു തരുന്നുണ്ട്. 3 രൂപത്തിലാണ് മരണം ആസന്നനായ വ്യക്തിയെ കിടത്തേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം പല ആളുകൾക്കും അറിവില്ലായ്മ കൊണ്ട് കിടത്തേണ്ടതിനെ പറ്റിയിട്ട് തർക്കം കാണാം പല സ്ഥലങ്ങളിലും. ഒന്നാമതായിട്ട് കിബില ഭാഗത്തേക്ക്, കിബിലക്ക് വരുന്ന രൂപത്തിൽ, കിബിലക്ക് മുൻവശം വരുന്ന രൂപത്തിൽ തല വടക്കോട്ടും കാല് തെക്കോട്ടുമായി കിടത്തുന്ന ഒരു രൂപം. മനസ്സിലായോ? അഥവാ വലതുഭാഗത്തിന്റെ മേൽ പൂർണ്ണമായും എന്ത് ചെയ്യാം, ചരിച്ചു കിടത്തുക. കിബിലക്ക് വരുന്ന രൂപത്തിൽ നേരെ അങ്ങ് തിരിച്ചു കിടത്തുക. ആ സമയത്ത് ശ്രദ്ധിക്കേണ്ടത് തലഭാഗം എങ്ങോട്ട് വരണം? വടക്കോട്ടായിരിക്കണം വരേണ്ടത്. അതുപോലെ കാൽഭാഗം തെക്കോട്ട്. ഇനി അതിനു പറ്റിയില്ലെങ്കിലോ 2-ാമത്തെ രൂപം നേരെ എന്ത് ചെയ്യാം, നേരെ തിരിച്ചിട്ട് ആദ്യം തലഭാഗം ഉണ്ടാർന്നതിന്റെ നേരെ തിരിഞ്ഞുകൊണ്ട് കിബിലക്ക് വരുന്ന രൂപത്തിലേക്ക് കിടത്തുക. തല തെക്കോട്ടും
കാല് വടക്കോട്ടായിട്ട്. ആദ്യം തല വടക്കോട്ടും കാല് തെക്കോട്ടായിട്ട്. ഇത് നേരെ ഓപ്പോസിറ്റ് എടുക്കാം. എങ്ങനെ? കിബിലക്ക് തിരിഞ്ഞു വരുന്ന രൂപത്തിൽ. മുഖം മാത്രം തിരിച്ചു വെക്കില്ല, ശരീരം മൊത്തമായിട്ട് തിരിച്ചു വെക്കണം. അപ്പൊ അതിന് എന്ത് ചെയ്യേണ്ട? ഒരു പ്രയാസം വരും. അപ്പൊ ആ പ്രയാസത്തിന് പകരമായിട്ട് തലയിണ പോലെയുള്ള വസ്തുക്കൾ ഉപയോഗിക്കാവുന്നതാണ്. മഹാനായ ഇബ്നു ഹജർ റഹിമഹുള്ളയെ പോലെയുള്ള പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്. ഇനി ഈ രണ്ട് രൂപം പറ്റിയില്ല, വലതുഭാഗത്തേക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല, ഇടതുഭാഗത്തിന്റെ മേൽ കിബിലക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല, പ്രയാസകരമാണ്. എങ്കിലോ മൂന്നാമത്തെ ഒരു ഓപ്ഷൻ മഹാന്മാരായ ഫുഖഹാക്കൾ പഠിപ്പിക്കുകയാണ്. അവന്റെ മുഖം എന്ത് ചെയ്യണം? കിബിലക്ക് വരുന്ന രൂപത്തിലേക്ക്. അതുപോലെ തന്നെ അതുപോലെ തന്നെ അവന്റെ കാലിന്റെ പള്ള കിബിലക്ക് വരുന്ന രൂപത്തിലേക്ക് എങ്ങനെ കിടക്കണം? നേരെ കിബിലക്ക് തിരിച്ച്, അഥവാ കാൽഭാഗം കിബിലക്കും തലഭാഗം നേരെ കിഴക്കോട്ട്. കാൽഭാഗം പടിഞ്ഞാറ്, തലഭാഗം കിഴക്കോട്ടായിട്ട്. എന്നിട്ട് മുഖം നേരെ തിരിച്ചു വെക്കുക. മനസ്സിലായോ? ഇങ്ങനെ ഈ ഭാഗത്തേക്ക് കാല് വെച്ചിട്ട് ഇങ്ങനെ കിടത്താം. പല ആളുകൾക്കും തെറ്റിദ്ധാരണ, അങ്ങനെ കിടക്കാൻ പാടില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. എന്നാൽ നമ്മുടെ നാട്ടിലൊക്കെ പലപ്പോഴും കാണാവുന്ന ഒരു രീതിയിൽ ഇതാണ് മഹാന്മാരായ ഫുഖഹാക്കൾ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അലൈഹി അമലുന്നാസ്, കൂടുതലായി ജനങ്ങൾ ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് ഈ മൂന്നാമത്തെ രീതിയാണ്. കാരണം ഒന്നാമത്തെ രീതി കുറച്ച് പ്രയാസമാണ്, രണ്ടാമത്തെ രീതിയും പ്രയാസമാണ്, മൂന്നാമത്തെ രീതിയാണ് കുറച്ച് എളുപ്പമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ദലീലു അമലി, ഇത് ആണ് ഏറ്റവും എളുപ്പമായിട്ടുള്ള. ദലീലു മദ്ഹബിയിനേക്കാളും പൊതുവെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ചെയ്യാൻ എളുപ്പമുള്ള രീതി ഇതായതുകൊണ്ട് ഈ മൂന്നാമത്തെ രീതിയാണ് പിന്തുടരേണ്ടത്. എന്നാൽ നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരു പരിപാടിയുണ്ട്. എങ്ങനെയാ? തല മാത്രം കിബിലക്ക് തിരിച്ചു കിടത്തും. ഒന്നല്ലെങ്കിൽ വലതുഭാഗം മുഴുവനായിട്ട് കിബിലക്ക് തിരിഞ്ഞു വരണം. ഇത് ഇങ്ങനെ കിടത്തിയിട്ട് എന്ത് ചെയ്യും? തല തെക്കോ, ഒന്നുമില്ലെങ്കിൽ വടക്കോട്ട്, അല്ലെങ്കിൽ തല തെക്കോട്ട്, എന്നിട്ട് നേരെ എന്ത് ചെയ്യും? മുഖം മാത്രം തിരിച്ചു കിടത്തും. അങ്ങനെ ഒരു രീതി പരിശുദ്ധമായ ഇസ്ലാമിൽ ഇല്ല. ഞാൻ പറഞ്ഞത് ഇത്രയും കിതാബുകൾ നിരത്തിയിട്ടാണ് പറയുന്നത്. ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹുവിന്റെ ശറഹുൽ മുഹദ്ദബിന്റെ 5-ാം വാള്യം 116-ാമത്തെ പേജ്, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഇമാം മഹല്ലി റളിയല്ലാഹു അൻഹുവിന്റെ കൻസുൽ റാഹിബിന്റെ 1-ാം വാള്യം 321-ാമത്തെ പേജ്, അതുപോലെ തുടങ്ങി തുഫയിലും എല്ലാ ഗ്രന്ഥങ്ങളിലൊക്കെ ഈ 3 രൂപ പറയുന്നത്. അല്ലാതെ തല മാത്രം തിരിച്ചു കിടത്തുന്ന ഒരു പരിപാടി ഇസ്ലാമിക ശരീഅത്തിലെ പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടില്ല. അപ്പോൾ ഇതാണ് കിടത്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതേപോലെ തന്നെ ഒരു മയ്യത്തിന്റെ സമയത്ത് ഒരാൾ മരിക്കാൻ വേണ്ടി കിടക്കുക, ഒരു ബുദ്ധിമുട്ടുണ്ടാകും, പെട്ടെന്നാണ് മരിക്കാൻ വേണ്ടി കിടക്കുന്നത്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലാഹ് പടച്ചോനെ എന്നും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടല്ല ചെയ്യേണ്ടത്. നേരെ മയ്യത്തിന്റെ അടുക്കൽ ചെന്നിട്ട് തൽഖീനുൽ മുഹ്തദർ അഥവാ കലിമത്തു തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ആ ദിക്ർ അങ്ങ് ചൊല്ലിക്കൊടുക്കുക. ആ ദിക്ർ ചൊല്ലിക്കൊടുക്കണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, ലക്കിനൂ മൗതാകും ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിങ്ങൾ ഒരാൾ മരിക്കാൻ വേണ്ടി കിടക്കുമ്പോൾ മരണാസന്നനായ വ്യക്തിയുടെ സമീപത്ത് വെച്ചുകൊണ്ട് നിങ്ങൾ അയാൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് ലക്കിനൂ മൗതാകും ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ദിക്റാകണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൻ ഖാല ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒരാള് അയാളുടെ അവസാനത്തെ വചനം ലാ ഇലാഹ ഇല്ലല്ലാഹ് ആണെങ്കിൽ വജബത്ത് ലഹുൽ ജന്ന, അവന് സ്വർഗ്ഗമുണ്ട്. 2 ഹദീസുകൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാണാം. അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ്, അതുപോലെ മറ്റൊരു ഹദീസും ആ വിഷയത്തിൽ കാണാം. ദഖലൽ ജന്ന എന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചു. അതുപോലെ തന്നെ വേറൊരു സ്ഥലത്ത് നബി തങ്ങൾ പറഞ്ഞു, വജബത്ത് ലഹുൽ ജന്ന, സ്വർഗ്ഗം അവന്റെ വുജൂബാണ്, നിർബന്ധമാണ്. അതുകൊണ്ട് ഒരാൾ മരിക്കുന്ന സമയത്ത് അയാളുടെ അടുത്ത് ഹാലിറാണെങ്കിൽ എന്ത് ചെയ്യണം? അയാൾക്ക് ദിക്ർ ചൊല്ലിക്കൊടുക്കണം. ആ ദിക്ർ ചൊല്ലിക്കൊടുക്കുമ്പോൾ ഫുഖഹാക്കൾ പഠിപ്പിക്കുന്നുണ്ട്, അയാളെ നിർബന്ധിച്ച് ഇടങ്ങേറാക്കാൻ പാടില്ല, നിർബന്ധിച്ചുകൊണ്ട് ഇടങ്ങേറാക്കാൻ പാടില്ല. ദിക്ർ ചൊല്ലിക്കൊടുക്കുക. ഇന്നല്ലാഹ ലാ യഹ്ദി മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ യഹ്ദി മൻ യശാ. അല്ലാഹു തആല ഉദ്ദേശിച്ച വ്യക്തിയാണെങ്കിൽ അയാൾക്ക് ഹിദായത്ത് കിട്ടും. അബൂ താലിബ് എന്ന് പറയുന്ന റസൂലുള്ളാഹി തങ്ങളുടെ പിതൃവിന്റെ അടുക്കൽ വന്നിട്ട് നബി തങ്ങൾ ഇങ്ങനെ നിർബന്ധിച്ച് ചൊല്ലിക്കൊടുത്തപ്പോൾ ഇറങ്ങിയ ആയത്താണത്.
അബൂ ത്വാലിബ് എന്നവർ മനസ്സുകൊണ്ട് ഉറപ്പിച്ചിരുന്നു. നബി തങ്ങൾ ഒരുപാട് സ്നേഹിച്ചവരായിരുന്നു. വലഖദ് അലിംതു ബിഅന്ന ദീന മുഹമ്മദി മിൻ ഖൈരി അദിയാനിൽ ബരിയത്തി ദീന ലൗലൽ മലാമത്തു വൽ ഹദാറു മസബ്ബതി ലവജദ്തലി ഫുമ്മൻ ബിദാക മുബീനാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനസ്സുകൊണ്ട് ഉറപ്പിച്ചു. പക്ഷേ മറ്റുള്ളവർ എന്ത് വിചാരിക്കും, കൂട്ടുകാരുടെ ഇടയിൽ പ്രശ്നമാകുമോ, അവർ തന്നെപ്പറ്റി എന്ത് ചിന്തിക്കുമെന്ന് കരുതി പരസ്യമായി പറഞ്ഞില്ല എന്നുള്ള ഒരു കാര്യമായിരുന്നു അബൂ താലിബ് എന്നവർക്ക് ഉണ്ടായിരുന്നത്. അവരെ പറ്റി പറഞ്ഞ സ്ഥലത്താണ് ഇത് ഇറങ്ങിയിട്ടുള്ളത്. ഇന്നല്ലാഹ ലാ യഹ്ദി മൻ അഹ്ബബ്ത വലകിന്നല്ലാഹ യഹ്ദി മൻ യശാ. അപ്പോ മയ്യിത്തിനെ എന്ത് ചെയ്യാൻ പാടില്ല, നിർബന്ധിച്ച് ചെല്ലണമെന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധിച്ച് ഇടങ്ങേറാക്കാൻ പാടില്ല. ചെല്ലിക്കൊടുക്കുക, ചെല്ലാണെങ്കിൽ ചെല്ലട്ടെ, പാപ്പാ ചെല്ലി പ്രാവശ്യം പറഞ്ഞു, പിന്നെയും പറയാം, എന്നിട്ട് പറഞ്ഞു കൊടുക്കുക. ഇനി മയ്യത്ത് അത് ചെല്ലിയെന്ന് കണ്ടാലോ അൽഹംദുലില്ലാ, സന്തോഷമായി അവിടെ നിർത്ത. കാരണം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിലൂടെ പറയുന്നുണ്ട്, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിം ആയിട്ടല്ലാതെ മരിക്കരുത്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ടാണ് മരിക്കുന്നെങ്കിൽ അവൻ മുസ്ലിമാണ്. സന്തോഷിക്കാനുള്ള വക അവിടെയുണ്ട്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം സൗമ്യമായിട്ട് ചൊല്ലിക്കൊടുക്കുക. വളരെ സൗമ്യമായിട്ടായിരിക്കണം ചൊല്ലിക്കൊടുക്കേണ്ടത്, നിർബന്ധിക്കാൻ പാടില്ല. അതേപോലെ തന്നെ സൗമ്യമായിട്ടായിരിക്കണം ചൊല്ലിക്കൊടുക്കേണ്ടത്. അതുപോലെ മയ്യത്ത് മരിക്കാൻ വേണ്ടി കിടക്കുന്ന ആൾ ആകെ ബേജാറിലായിരിക്കും. ഈ ലോകം വിട്ടു പോകുന്നതിനെ പറ്റി, മക്കളെയും ഭാര്യയും കുടുംബത്തേക്ക് വിട്ടു പോകുന്നതിനെ പറ്റി, ആഖിറ ലോകത്തെ ഭയാനകമായ സംഭീതമായ സംഘർഷഭരിതമായ അവസ്ഥകളെ പറ്റി ഓർത്തുകൊണ്ട് അയാൾ വേവലാതിപ്പെട്ടുകൊണ്ടായിരിക്കും പോകുന്നത്. അപ്പൊ നല്ല വർത്തമാനം, അള്ളാഹുവിന്റെ പ്രതീക്ഷകളെ പറ്റി, അള്ളാഹുവിന്റെ കാരുണ്യത്തെ പറ്റി, പരലോകത്ത് കിട്ടാൻ പോകുന്ന അനുഗ്രഹങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞു കൊടുക്കണം. അല്ലാതെ ഇപ്പൊ പോയാ നിന്റെ കുടുംബത്തിന്റെ അവസ്ഥ എന്താ, ആ മനുഷ്യന് അറ്റാക്ക് അപ്പൊ തന്നെ ഉണ്ടാക്കുന്ന രൂപത്തില്, ചിലപ്പോൾ പനി ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ ചെറിയ ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ, അപ്പൊ തന്നെ അറ്റാക്ക് ഉണ്ടാകുന്ന രൂപത്തിലായിരിക്കും സംസാരിക്കുക. അതെ, നിന്റെ കൂടെ കിടന്ന ആൾക്കാർ ആശുപത്രി കിടക്കാനും, അപ്പൊ നിന്റെ കൂടെ വന്ന ആൾക്കാരൊക്കെ മരിച്ചുപോയി, ഇനി നീ മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ പറയും, അപ്പൊ തന്നെ മയ്യത്തായി പോകും. ആ സൈസ് വർത്താനങ്ങളൊന്നും പറയരുത്. മയ്യത്തിനെ ആശ്വസിപ്പിക്കുക. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ അടുത്ത കാര്യം പഠിപ്പിച്ചു തരുന്നുണ്ട്. മയ്യത്തിനെ സംബന്ധിച്ചിടത്തോളം ഇദാ ഹദർതുമുൽ മരീദ അവൽ മയ്യിത്ത്, ഒരാള് സുഖമില്ലാതെ കിടന്നു, മരണാസന്നായി കിടന്നു, അതുപോലെ മയ്യിത്തായി കിടന്നു എന്നാൽ ഫഇന്നൽ മലായികത, ആ മനുഷ്യന്റെ സമീപത്തേക്ക് മലക്കുകൾ വരും. യുഅമ്മിനൂന അലാ മാ തഖൂലൂൻ, നിങ്ങൾ പറയുന്നതിന് അവരെ ആമീൻ പറയുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. അതുകൊണ്ട് തന്നെ ഒരാൾ മരിക്കാൻ വേണ്ടി കിടക്കുമ്പോൾ അവിടെ വെച്ച് അനാവശ്യ വാക്കുകൾ പറയരുത്. മലക്കുകൾ ആമീൻ പറയും. മലക്കുകള് ധാരാളമായി സ്വാലിഹായ വ്യക്തിയാണെങ്കിൽ അവന്റെ അടുക്കൽ ഒരുപാട് മലക്കുകൾ വരുമെന്നാണ്. അസ്രായീൽ അലൈഹിസ്സലാമിന്റെ കൂടെ വരുന്നത് കൂടാതെ മരിക്കുന്നതിന് മുമ്പ് തന്നെ സ്വാലിഹായ വ്യക്തിയെ അനുഗമിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് മലക്കുകൾ അവനോട് ഒപ്പം വരുമെന്നാണ്. അതുകൊണ്ട് തന്നെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മലക്കുകൾ വരുന്നതിന്റെ തടസ്സമാകുന്ന കാര്യങ്ങളൊന്നും അവിടെ ഉണ്ടാവാൻ പാടില്ല. ഇന്നൽ മലായികത ലാ യദ്ഖുലു ബൈതൻ ഫീ കൽബുൻ വലാ സൂറത്തുൻ വലാ ജുനുബുൻ. ഇന്നൽ മലായികത തദ്ഖുലു ബൈതൻ, ഒരു വീട്ടിൽ മലക്കുകൾ പ്രവേശിക്കില്ല. അവിടെ നായയുണ്ട്, കൽബ് നായയുണ്ട്. അതുപോലെ തന്നെ വലാ സൂറത്തുൻ, അവിടെ വിഗ്രഹങ്ങളുണ്ട്, രൂപങ്ങളുണ്ട്. വലാ ജുനുബുൻ, അവിടെ ജനാപത്തുകാരനുണ്ട്. എങ്കിൽ അങ്ങോട്ട് റഹ്മത്തിന്റെ മലക്ക് വരൂല എന്നാണ്, അദാബിന്റെ മലക്കുകൾ വരും. ഇതുമായി ഫുഖഹാക്കൾ ബന്ധപ്പെടുത്തിയിട്ട് ഹദീസിന്റെ ചരിത്ര ശകലങ്ങൾ കൊടുക്കുന്നുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹാ കാലത്ത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, ഒരു ദിവസം വഅദ ജിബ്രീൽ അലൈഹിസ്സലാം ഫീ സഅത്തിൻ അയ്യതിയഹു, ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹിനോട് പറഞ്ഞു, ഇന്ന സമയത്ത് ഞാൻ വരാമെന്ന് പറഞ്ഞ് വാഗ്ദാനം ചെയ്തു. പക്ഷേ ജിബ്രീൽ അലൈഹിസ്സലാം ആ സമയത്ത് വന്നില്ല. അങ്ങനെ ജിബ്രീല് വരാതിരുന്നപ്പോ അള്ളാന്റെ റസൂലിന് ഭയങ്കര വിഷമമായി. വലം യഅതിഹി ഫഖാല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിനെ വിളിച്ചിട്ട് പറഞ്ഞു, അള്ളാഹു അവന്റെ മലക്കുകളൊന്നും വാഗ്ദാനം ലംഘിക്കുന്നവരല്ലല്ലോ എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുണ്ഠിതപ്പെട്ടിരിക്കുമ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ നോക്കുമ്പോ വീടിന്റെ കട്ടിലിന്റെ ഉള്ളിൽ ഒരു നായക്കുട്ടിയെ കാണുന്നത്. ഉടൻ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ പുറത്തേക്കാക്കാൻ വേണ്ടി പറയാ. ആ സമയത്ത് ഫജാഅ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മനഅൽ കൽബു അല്ലദീ കാന ഫീ ബൈതിക, മുസ്ലിം രേഖപ്പെടുത്തുന്ന റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്.
ആയിഷ ബീവി പറയാണ്, ജിബ്രീൽ അലൈഹിസ്സലാം വന്നു. അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, എന്താ ജിബ്രീലെ, വാക്ക് പറഞ്ഞിട്ട് ലംഘിച്ചല്ലോ, സമയത്തെത്തിയില്ലല്ലോ. അപ്പോ ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്, നബിയേ ഫജാ ജിബ്രീലു മനഅലിൽ കൽബുല്ലദീ കാന ഫീ ബൈതിക, ആ നായയുടെ കുട്ടി അവിടെ ഉണ്ടായത് കൊണ്ടാണ് എനിക്ക് വരാൻ കഴിയാതിരുന്നത് നബിയേ, അതാണ് തടസ്സപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ വീട്ടിൽ നായയെ വളർത്തുന്നുണ്ടെങ്കിൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് വളർത്താം, കാവലിന് വേണ്ടി വളർത്താം, അതുപോലെ തന്നെ വേട്ടയ്ക്ക് വേണ്ടി നായയെ വളർത്താം. പക്ഷേ മഹാന്മാരായ ഉലമാക്കൾ പഠിപ്പിക്കുന്നുണ്ട്, അതിന് ഇത്ര അടി, ഒരു 40 അടി അകലെ വീട്ടിൽ നിന്നുകൊണ്ട് അല്പം മാറിയിട്ട് കൂട് വെച്ചുകൊണ്ട്, ചില ആളുകളൊക്കെ ഉണ്ട് മുസ്ലിമാണെന്ന് പറയും, നിസ്കാരവും നോമ്പും ഒക്കെ ഉണ്ടാവും, എന്നിട്ടോ വീട്ടിൽ പണ്ടിയിൽ ഇങ്ങനെ കേട്ട് 24 മണിക്കൂറും താലോലിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ നമ്മിൽ പല ആളുകളിലും കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ അതിനൊരു നജസായ നായ, ആ നായയെ വളർത്താം വേട്ട ആവശ്യത്തിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് വളർത്താം. പക്ഷേ അതിന്റെ പരിശുദ്ധമായ ഇസ്ലാം പ്രത്യേകമായ ചട്ടക്കൂടുകൾ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മലക്കുകൾ വരുന്നതിന് തടസ്സമാണ് ഒന്ന് നായ, രണ്ടാമത്തേത് വിഗ്രഹങ്ങളുടെ രൂപങ്ങൾ. പല ആളുകളുടെ മുസ്ലിമീങ്ങളുടെ വീടുകളിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാറില്ല. എന്നാൽ മഹാനായ ഇമാം ബുഖാരിയും ഇമാം മുസ്ലിം എല്ലാം രേഖപ്പെടുത്തുന്ന ഹദീസിൽ കാണാം, എല്ലാ രൂപങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളും അവർ നരകത്തിലാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇനി ഒരാൾക്ക് അവന്റെ വീട്ടിൽ അങ്ങനത്തെ എന്തെങ്കിലും രൂപങ്ങൾ വെക്കണം എന്നുണ്ടെങ്കിൽ മരങ്ങളുടെ രൂപങ്ങൾ വെക്കാം. അതുപോലെ ജീവനില്ലാത്ത മറ്റുള്ള രൂപത്തിലുള്ള രൂപങ്ങൾ അവന് വെക്കാനും പറ്റുന്നതാണ്. കാരണം അതിന് റൂഹ് ഉണ്ടാവില്ലല്ലോ, ആത്മാവ് ഉണ്ടാവില്ലല്ലോ. രൂപങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ മനുഷ്യന്റെ അതുപോലെയുള്ള മൃഗങ്ങളുടെ മറ്റ് രൂപങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ അതിന് ജീവൻ കൊടുക്കാൻ അവന് കഴിയേണ്ടതുണ്ട്. പിന്നെ ഇമാം നവവി റളിയല്ലാഹു അൻഹു ശറഉൽ മുഅല്ലബിൽ പറയുന്നുണ്ട്, ഖാലൽ ഉലമാഉ തസ്വീറു സൂറത്തിൽ ഹയവാൻ ഹറാമുൻ ശദീദുൻ വഹുവ മിനൽ കബായിർ. ബഹുമാനപ്പെട്ട ഇമാം നവവി പറയാണ്, ഉലമാക്കളൊക്കെ പറഞ്ഞത് തസ്വീറു സൂറത്തിൽ ഹയവാൻ, ജീവികളുടെ രൂപങ്ങൾ ഉണ്ടാക്കുന്നത് ഹറാമുൻ, ഹറാമാണ്, ശദീദുൻ, അത് ഭയങ്കര തെറ്റാണ്, വഹുവ മിനൽ കബായിർ, വൻദോഷങ്ങളിൽപ്പെട്ട ഒരു കാര്യമാണ് എന്ന് വരെ ഇമാം നവവി റളിയല്ലാഹു അൻഹു ശറഉൽ മുഅല്ലബിൽ പറയുന്നുണ്ട്. പിന്നെ ഇളവുള്ളത് ഒരു വിഷയത്തിലാണ്, കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു വിഷയത്തിൽ പണ്ഡിതന്മാർ ഇളവ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ പാവക്കുട്ടികൾ ചെറിയ മക്കളുടെ കയ്യിലുണ്ടാവും, അവരതിനെ ബഹുമാനിക്കൂല, അവര് രജിസിൽ കൊണ്ടുപോയിടും, വൃത്തിയില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോയിടും, കാലുകൊണ്ട് തട്ടും, ചിലപ്പോൾ 2 കൊടുക്കും. കാരണം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അതിനൊരു ബഹുമാനവും ആദരവും ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഫുഖഹാക്കൾ പഠിപ്പിക്കുന്നുണ്ട് ആ ഒരു വിഷയത്തിൽ ഇളവുണ്ട്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുക, രൂപങ്ങള് നായകള് ഒന്നും മരിക്കുന്ന ആളുടെ അടുത്ത് ഉണ്ടാവാൻ പാടില്ല. അതുപോലെ തന്നെ ജനാപത്തുകാര്, നമുക്ക് ജനാപത്തുണ്ടായി എന്താ ചെയ്യേണ്ടത്? പല ആളുകൾക്കും അറിയില്ല. കുളിക്കണം, വെറുതെ കുളിച്ചാൽ മതിയോ? പറ്റൂല. നീയത്ത് വെച്ചുകൊണ്ട് വലിയ അശുദ്ധിയാൽ ഉയർത്തുന്നു, അല്ലെങ്കിൽ വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകുന്നു. കുളിക്കാണെങ്കിലോ, മുങ്ങിക്കുളിക്കാണെങ്കിൽ നീയത്ത് വെച്ചുകൊണ്ട് എന്ത് ചെയ്യാം? കുളിക്കാം. ആ മുങ്ങുന്ന സമയത്ത് നമുക്ക് വലിയ അശുദ്ധി ഉയർത്തുന്നു എന്നൊക്കെ നീയത്ത് വെച്ചുകൊണ്ട് നമ്മൾ കുളിച്ചു കഴിഞ്ഞാൽ എന്തായി? നമ്മൾ ജനാപത്തിൽ നിന്ന് ശുദ്ധിയായി. നെയ്യത്തൊക്കെ ഇതൊന്നും അറിയാത്ത എത്രയോ ആളുകളുണ്ടെന്ന് പറയും. ഇതുമായി ബന്ധപ്പെട്ട് പല സ്ഥലത്ത് ക്ലാസ് ഒക്കെ നടത്തുമ്പോൾ പല ആളുകളും പറയാറുണ്ട്, ഞാൻ ആദ്യമായിട്ടാണ് ഇത് കേൾക്കുന്നത്. കാരണം എന്താ? മദ്രസയിൽ പോയിട്ടുണ്ടാവില്ല, സാഹചര്യങ്ങൾ കൊണ്ട്, ജീവിതത്തിന്റെ പ്രയാസങ്ങൾ കൊണ്ട്, ചിലപ്പോ ചെറുപ്പത്തിൽ തന്നെ നാട് വിട്ടുപോയി ദീനുമായി ഒരു ബന്ധമില്ലാതെ ഇരുന്ന ആളുകൾ ഇതൊന്നും മനസ്സിലാക്കാൻ പറ്റാത്തവരുണ്ടാവാം. ശ്രദ്ധിക്കണം, ജനാപത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ, വലിയ അശുദ്ധി ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? നിയ്യത്ത് വെച്ചുകൊണ്ട് കുളിക്കണം, എന്നാൽ മാത്രമേ ശരിയാവുള്ളൂ. അപ്പൊ ഒരാള് ജനാപത്തുകാരനാണ്. ഇപ്പൊ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പീരീഡ്സിന്റെ ടൈം ആണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഒരാൾ മരിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടെങ്കിൽ അവരങ്ങോട്ട് മാറിയിക്കുക. മനസ്സിലായോ? ആ മരിക്കുന്ന സമയത്താണ്. അത് കഴിഞ്ഞാൽ പിന്നെ ചിലവരെ മരിച്ചെടുത്തോളേ എനിക്ക് പറ്റൂല, അങ്ങനെ പറയാൻ പാടില്ല. ആ സമയത്താണ് അവിടെ പ്രശ്നമുള്ളൂ. അപ്പൊ പ്രത്യേകിച്ച് മരിക്കാൻ വേണ്ടി നമ്മുടെ മാതാപിതാക്കളൊക്കെ കിടക്കുന്ന പ്രായമായി വളരെ പ്രയാസകരമായ അവസ്ഥയിൽ മരിക്കാൻ പോവാൻ നമുക്ക് ഉറപ്പ് കിട്ടി. പൾസൊക്കെ വളരെ കുറവാണ്, ഡോക്ടർമാര് പ്രതീക്ഷ കൈവിട്ടു. എന്നാലും പിന്നെയും ആശുപത്രി കിടത്തിയിട്ട് ആ മുബരങ്ങൾ ഇടങ്ങേറാണ്. ആശുപത്രിയിലൊന്നും നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ലല്ലോ. നഴ്സുമാർ ചിലപ്പോൾ വലിയ ശുദ്ധി ഉണ്ടോ ഇല്ലയോ നമുക്കറിയില്ല. അവര് വരുന്ന സമയത്ത്
നമുക്ക് അവരെ ഓടിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ മരിക്കുമെന്ന് ഉറപ്പാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? വീട്ടിലേക്ക് കൊണ്ടുവരാം. അതുപോലെ ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം. ഇപ്പോഴത്തെ സാഹചര്യം അറിയാലോ, ആശുപത്രിയിൽ ചെന്നാൽ ചിലപ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടി വരും. അപ്പൊ മരിച്ചെന്ന് ഉറപ്പായാലും പിന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ നിൽക്കും കുറെ ആൾക്കാർ. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പോസ്റ്റ്മോർട്ടം ചെയ്യാന്ന് പറഞ്ഞ ഒരു മയ്യത്ത് സംബന്ധിച്ച് വലിയ പ്രയാസകരമായ കാര്യമാണ്. അതുകൊണ്ട് അത്തരം വിഷയങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കാം, നല്ല സാഹചര്യങ്ങൾ ഒരുക്കാം മരിക്കാൻ വേണ്ടി കിടക്കുന്ന ആൾക്ക്. എന്നിട്ടോ അവിടെ മഹാനായ റസൂലുള്ളാഹി തങ്ങൾ പറയാണ്, സൂറത്ത് ഓതുക, ഇഖ്റഉ അലാ മൗതാകും സൂറത്ത് യാസീൻ, മരണവേദന എളുപ്പമാക്കും. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, മരിക്കാൻ വേണ്ടി കിടക്കുന്നവരടുക്കൽ, മരിച്ചവരടുക്കൽ നിങ്ങൾ എന്ത് ചെയ്യും? യാസീൻ സൂറത്ത് ഓതുക. കാരണം റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, മാമിൻ മയ്യിത്തിൻ യമൂതു ഫതുഖറഉ ഇൻദഹു സൂറത്തു യാസീൻ ഇല്ലാ ഹവ്വനല്ലാഹു അലൈഹി, അവന്റെ മരണവേദന എളുപ്പമാക്കും. വയഖറ സൂറത്തുർ റഅദ്, അതുപോലെ സൂറത്തുർ റഅദ് ഓതുക. കഴിഞ്ഞ ദിവസം പീസ്വാലിയിൽ ഒരു സഹോദരനെ വിളിച്ചു. പാപ്പ മരിക്കാൻ വേണ്ടിയിട്ട് വല്ലാത്തൊരു അവസ്ഥയിൽ ഇങ്ങനെ കിടക്കുക, ആത്മാവ് ഇങ്ങനെ വിട്ടുപോണില്ല, കുറെ സമയമായി മരണവേദന. ചില ആളുകൾക്ക് മരണവേദന പ്രയാസമായിരിക്കും. എന്താ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു സൂറത്ത് റഅദ് ഓതിക്കോളാൻ പറഞ്ഞു. അല്പസമയം കഴിഞ്ഞപ്പോൾ വിളിച്ചു, അൽഹംദുലില്ലാഹ് വാപ്പ റാഹത്തായിട്ട് മരണപ്പെട്ടു പോയി. കാരണം റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ലിഅന്നഹാ യുസഹിലു തുലൂഅർ റൂഹ്, ആത്മാവ് പോകാൻ ഏറ്റവും നല്ലതാണ് സൂറത്തു റഅദ്. സൂറത്ത് റഅദ് ഓതുക, സൂറത്ത് യാസീൻ ഓതുക മരിക്കാൻ വേണ്ടി കിടക്കുന്ന ആളുടെ അടുക്കലേക്ക്. കാരണം വമൻ ഖറഅഹ ഖായിഫുൻ അമിന, നബിതങ്ങൾ പറഞ്ഞു, ഒരാൾ യാസീൻ സൂറത്ത് ഓതി, വമൻ ഖറഅഹ സൂറത്ത് യാസീൻ ഖായിഫുൻ അമിന, അവന് ഭയമുണ്ടെങ്കിൽ, ഭയമുള്ള സമയത്ത് ആരെങ്കിലും കാര്യത്തിൽ ഭയപ്പെടാണെങ്കിൽ യാസീൻ ഓതി കഴിഞ്ഞാൽ ആ ഭയം അവൻ മാറിക്കൊടുക്കുന്നതാണ്. അതുപോലെ വിശപ്പ് മാറാൻ പണിയെടുക്കാതെ യാസീൻ സൂറത്ത് ഓതിയിട്ട് കാര്യമില്ല കേട്ടോ. അതല്ല പറഞ്ഞത്, ഭക്ഷണത്തിൽ വിശാലതയിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ട്. അതുപോലെ എവിടെങ്കിലുമൊക്കെ പോയി കുടുങ്ങി, നല്ല അധ്വാനിച്ചിരിക്കുന്ന ആളാണ്, എവിടെയെങ്കിലും പോയി കുടുങ്ങി ഭക്ഷണം കിട്ടാതെ പ്രയാസപ്പെട്ടു, എന്നാൽ യാസീൻ സൂറത്ത് ഓതിയ അള്ളാഹുവിന് വഴി തുറന്നു നൽകുമെന്നാണ്. അതുപോലെ തന്നെ ദാഹിച്ചവശനാവുന്ന സമയത്ത്, അതുപോലെ തന്നെ പ്രയാസപ്പെടുന്ന സമയങ്ങളിലൊക്കെ, രോഗിയാകുന്ന സമയത്തിൽ എല്ലാം, അതുപോലെ വസ്ത്രമില്ലാത്ത അവസ്ഥ ഇതൊക്കെ വരുമ്പോ യാസീൻ സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ അതിന്റെ പരിഹാരമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ആഗ്രഹ സഫലീകരണത്തിന്റെ രണ്ട് കാര്യമാണ് നബി തങ്ങൾ പഠിപ്പിച്ചത്. ഒന്ന് മാഉ സംസം ലിമാ ശുരിബ ലഹു, സംസം വെള്ളം കുടിക്കുക. അതുപോലെ വസൂറത്തു യാസീൻ ലിമാ കുരിഹത ലഹു, യാസീൻ സൂറത്ത് ഓതുക. എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ? യാസീൻ നല്ല രൂപത്തിൽ നിയ്യത്ത് വെച്ച് ഓതിക്കഴിഞ്ഞാൽ അവന്റെ ആ കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തി കൊടുക്കുമെന്നാണ്. അതുപോലെ തന്നെ മരിക്കാൻ വേണ്ടി കിടക്കുന്നയാൾക്ക് വെള്ളം കൊടുക്കണം. മഹാന്മാരായ ഇമാമികൾ പഠിപ്പിക്കുന്നു, ഒരാൾക്ക് ആ വെള്ളം ആവശ്യമായി വന്നു, ഇനിയിപ്പോ ഡോക്ടർമാര് വെള്ളം കൊടുക്കരുതെന്ന് പ്രത്യേകമായ കാരണസഹിതം പറഞ്ഞിരിക്കുകയാണ്. എന്നാൽ തന്നെ മരിക്കുമെന്ന് ഉറപ്പ് കിട്ടുകയാണെങ്കിൽ വെള്ളം കൊടുക്കണം. മനസ്സിലായോ? കാരണം ആ സമയത്ത് എത്ര വെള്ളം കിട്ടിയാലും ആ മനുഷ്യന്റെ ദാഹം മാറില്ല. വാപ്പ മരിക്കാൻ നേരത്ത് വെള്ളത്തിന് ചോദിച്ചു, മക്കള് പറഞ്ഞു, വാപ്പ ഡോക്ടർ തരം ചെന്നാ പറ, അല്പസമയം കഴിഞ്ഞ് മരിച്ചിട്ട് ജീവിതകാലം മുഴുവനും എന്റെ വാപ്പ വെള്ളം ചോദിച്ചിട്ട്, മരിക്കാൻ നേരത്ത് വെള്ളം ചോദിച്ചിട്ട് കൊടുക്കാൻ പറ്റിയില്ല എന്ന് വിഷമം പറഞ്ഞ് നടക്കുന്ന എത്രയെത്രയോ ആളുകളുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ആ സമയത്ത് അബീ ദർദാ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, നബി തങ്ങൾ പറഞ്ഞു, ഇന്ന ശൈത്വാന യഹ്ദി അഹദുകും ഇൻദ മൗതിഹി, മരിക്കാൻ വേണ്ടി കിടക്കുന്ന ആളുടെ അടുക്കൽ ഈ ശൈത്താൻ വരും, ഇബ്ലീസ് വരും. ഫയഖൂലു മൻ യഹൂദിയൻ ഔ നസ്റാനിയ, ഫയഖൂലു മുത് യഹൂദിയൻ ഔ നസ്റാനിയ, എന്നിട്ട് പിശാച് പറയും, എന്നാ വെള്ളം കുടിച്ചോ. വെള്ളം കുടിച്ചാലോ യഹൂദിയോ നസ്രാനിയോ ആയിട്ട് അവൻ മരിക്കേണ്ടി വരും. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരും. ഇബ്ലീസ് പറയും, ഖുൽ ലാ ഇലാഹ ഗൈരി, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാതിരുന്ന ഞാൻ വെള്ളം തരാമെന്ന് പറയും. എന്നാൽ സ്വാലിഹായ മനുഷ്യനാണെങ്കിൽ പിശാചിന്റെ കയ്യിൽ നിന്നുകൊണ്ട് വെള്ളം വാങ്ങി കുടിക്കില്ല. അപ്പോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരും. തഫ്സീർ ഖുർത്തുബിയിൽ കാണാം, ഫയത്റുദഹു, എന്നിട്ടോ ജിബ്രീൽ അലൈഹിസ്സലാം വെള്ളം കൊടുക്കും. ഫയതബസ്സമുൽ മയ്യിത്ത്, ആ സമയത്ത് മയ്യിത്ത് കലിമ ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കുമെന്ന് ഇമാം ഖുർത്തുബി തഫ്സീറിൽ രേഖപ്പെടുത്തുന്നതായി കാണാം. കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു പോയ ആലിക്കുട്ടി ഉസ്താദ് മരിച്ചു കിടക്കുന്ന എന്ത് രസാ കാണാൻ, പുഞ്ചിരിച്ചിങ്ങനെ കിടക്കുക. കാരണം സ്വാധീനങ്ങളൊക്കെ അങ്ങനെയാ. എത്രയോ പണ്ഡിതന്മാര്
ഞാൻ ഓർത്തു പോവുകയാണ്, ദക്ഷിണേന്ത്യയുടെ നേതാവായിരുന്ന ബഹുമാനപ്പെട്ട അബുൽ ബുശ്ര ഉസ്താദ്, അതുപോലെ തുടങ്ങി എത്രയോ നേതാവ്, എല്ലാ സമസ്തയിലും ദക്ഷിണയിലും സംസ്ഥാനയിലും ഒക്കെപ്പെട്ട നേതാക്കന്മാര്. പ്രിയപ്പെട്ടവരെ, അല്ലാതെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട, ചില ആളുകളൊക്കെ പറയുന്നുണ്ട് ഞങ്ങളുടെ സംഘടനയെ പ്രവർത്തിച്ചാൽ മാത്രമേ കെലിമ കിട്ടുള്ളൂ. അങ്ങനെയൊന്നുമില്ല. സംഘടനയെ പ്രവർത്തിക്കണമെന്നൊന്നുമില്ല. അള്ളാഹുവിന്റെ അള്ളാഹിന്റെ റസൂലിന്റെ സംഘടനയെ പെട്ടാൽ മതി. മനസ്സിലായോ? നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാ. ഫേസ്ബുക്കിലൊക്കെ ഓരോരുത്തരും ഇങ്ങനെ ഇടുന്നത് കാണാം, ഞങ്ങളുടെ സംഘടനയെ പ്രവർത്തിച്ചാൽ ചിരിച്ചുകൊണ്ട് മരിക്കാം, ബാക്കിയുള്ളവർക്കൊന്നുമില്ലാതെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സംഘടനാ സങ്കുചിതത്വം നമുക്ക് വേണ്ട. ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള സംഘടനയെ പ്രവർത്തിക്കാം. പക്ഷേ മറ്റുള്ള ഉലമാക്കളെയും എല്ലാവരെയും ആദരിക്കാനും ബഹുമാനിക്കാനും ഒക്കെ നമ്മൾ അത് പ്രത്യേകമായിട്ട് തയ്യാറാകണം. കണ്ട വേറൊരു സംഘടനക്കാരനെ കണ്ട സലാം ആദ്യം തന്നെ കാണും, ഇവരെ ഏത് സംഘടനയിൽപ്പെട്ട. അപ്പൊ നമുക്കാണോ വോട്ട് ചെയ്താ, മറ്റവർക്കാണോ എന്നിട്ടാ സലാം വരെ പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ഈ ദുആ പതിവാക്കുക. റബ്ബനാ ലാ തുസിഅ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മതൻ ഇന്നക അൻതൽ വഹാബ്. സൂറത്ത് ആൽ ഇംറാൻ എടുത്തിട്ട് അതിന്റെ 1-ാമത്തെ പേജ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ 7-8 ആയത്തുകൾ 2 ദുആയാണ്. ഇത് പതിവാക്കുന്നയാൾക്ക് ഈമാനോടുകൂടി മരിക്കാൻ പറ്റുമെന്നാണ്. സോനെ ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ മാറ്റി മറിക്കല്ലേ റബ്ബേ, ഈമാൻ കിട്ടിയതിന് ശേഷം മറിക്കല്ലേ എന്നുള്ള ഈ ദുആ പതിവാക്കുക. എന്നാൽ അവൻ ഈമാനോടുകൂടി മരിക്കാൻ സാധിക്കുമെന്ന് മഹാന്മാരായ ഉലമാക്കൾ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവർ, അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരിക. മരിച്ചു കിടക്കുന്ന ആളുമായി ബന്ധപ്പെട്ട് ഇൻഷാ അല്ലാഹ് ഇനി വരുന്ന കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് സമയം പോലെ പറ്റി അടുത്ത ആഴ്ച പറയാം, അല്ലെങ്കിൽ എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാം. മരിച്ചു കിടക്കുന്ന ആളുടെ കുളിപ്പിക്കലും അതുമായി ബന്ധപ്പെട്ട് വസ്ത്രം മാറുന്ന അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മുടെ നാട്ടിലൊക്കെ കുറെ ആളുകളുണ്ട്, ഒന്നും അറിയണ്ടാവൂല. എന്നിട്ട് വലിയ ആൾക്കാരാവും ചെന്നിട്ട് തസ്ബീത്ത് പോലും ചൊല്ലി കൊടുക്കാൻ അറിയാത്ത ആളുകൾ എന്നിട്ട് ചെന്നിട്ട് എല്ലായിടത്തും അല്ലാഹു മഗ്ഫിർ ലഹു എന്നുള്ളടത്ത് അല്ലാഹു മഗ്ഫിർ ലഹു എന്നതും അല്ലാഹു മഗ്ഫിർ ലഹു എന്നുള്ളടത്ത് അല്ലാഹു മഗ്ഫിർ ലഹു അറിയാത്തത് കുഴപ്പമില്ല. പക്ഷെ നമുക്കെല്ലാം അറിയാന്നുള്ളൊരു ഭാവം ഉണ്ടാവരുത്. അറിയുന്ന ആളുകളിൽ നമ്മളും എല്ലാം കൂടെ വലിയ എന്നിട്ട് അവർ ചെയ്യട്ടെ. അതുകൊണ്ട് കുറ്റമറ്റ രൂപത്തിൽ മയ്യിത്ത് സംസ്കാരങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊക്കെ ശ്രമിക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.